ഓൻ്റെ കൂടെ മെഞ്ഞാന്ന് പോയി കിടന്നിട്ടും അല്ലേ? അപ്പം ഇജ്ജ് പറയാം എനിക്ക് കാമത്തിൻ്റെ പ്രശ്നമാണ്. എന്താണ് എൻ്റെ പ്രശ്നം? പറ, ഇജ്ജ് തന്നെ പറ. എനിക്ക് എൻ്റെ പ്രശ്നം എന്താണ്? കാമാണോ? എൻ്റെ വീട്ടിൽ നിന്നൊക്കെ അടിച്ച് പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്? എല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. അപ്പം എൻ്റെ പ്രശ്നം എന്താണ്? കാമം. കൈയെടുക്ക്. എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? അതിന് മുമ്പേ എനിക്ക് ഞാൻ വേണോ ആദ്യം പറ. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. ഈ പുരുഷന്മാരെല്ലാവരും പുണ്യാളന്മാരാണെന്നൊന്നും ഞാൻ പറയാനില്ല. ഭാര്യ വീട്ടിലിരുത്തിയിട്ട് പുറത്ത് വേറെ ഒരു സേവയൊക്കെ നടത്താൻ പോകുന്ന ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ പലതും നേരെ തിരിച്ചാണ്. സ്വന്തം ഭാര്യയുടെ അവിഹിതം കൈയോടെ പിടികൂടുന്ന ഭർത്താക്കന്മാർ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം സംസാരിക്കാമെന്ന് ഞാൻ കരുതിയത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ വന്നു. സ്വന്തം ഭാര്യയുടെ അവിഹിതം കൈയോടെ പൊക്കി അവളോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന ഒരു ഭർത്താവിൻ്റെ വീഡിയോ ആണത്. ആ ഒരു ഭർത്താവ് 100% ശരിയാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് എല്ലാവരിലും തെറ്റും ശരിയൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ അയാൾ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം. എനിക്ക് നിങ്ങളുടെ ആ വർഗത്തോട് ഒരു ചോദ്യമുണ്ട്. സ്വന്തം ഭർത്താവ് കൊള്ളില്ലെങ്കിൽ, നിങ്ങൾക്ക് അവനെ വേണ്ടെങ്കിൽ നേരെ ഇരുന്ന് സംസാരിച്ചൊരു ഡിവോഴ്സ് വാങ്ങിക്കൂടെ? എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളിൻ്റെ കൂടെ നിങ്ങൾക്ക് വെക്കൂടെ? അതിലൊരു തെറ്റുമില്ലല്ലോ. അതിന് പകരം കുടുംബത്തിരുന്നു കൊണ്ട് തന്നെ പുറത്ത് സുഖം തേടുന്ന പരിപാടിയൊക്കെ വളരെ മോശമായിട്ടൊരു സംഭവമാണ്. ഫൈസൽ എന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെ ഈ സ്ത്രീ തൃശ്ശൂരിലെ ഒരു ലോഡ്ജിൽ പോയി എന്നാണ് ഭർത്താവ് തെളിവ് സഹിതം പറയുന്നത്. ജോലിക്കാണെന്ന് കള്ളം പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നറിയാമോ? ആ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 43,000 രൂപയും അവനിൽ നിന്ന് പറ്റിച്ച് വാങ്ങിയാണ് ഈ കാമുകൻ്റെ കൂടെ പോയിരിക്കുന്നത്. എനിക്കെതിരെ കാരണം എല്ലാ തെറ്റും ചെയ്തും കണ്ട് നാളെ എനിക്ക് ഓൻ്റെ കൂട്ട് പിടിച്ചു കണ്ട് ഓൻ്റെ വീട്ടിൽ ഞാൻ പ്രശ്നമാക്കും. അപ്പോൾ ഓൻ്റെ കൂട്ട് പിടിച്ചും കണ്ട് എൻ്റെ അമ്മൻ്റെ നമ്പർ വരെ എനിക്ക് അയച്ചു കൊടുത്താൽ എനിക്കത് തിരിയാണ്ടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോൻ്റെ വാപ്പക്ക് എൻ്റെ വോയിസ് അയച്ചു കൊടുത്ത് പറഞ്ഞ് ഓൻ്റെ വാപ്പ പറഞ്ഞാണ് എന്നോട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പറയിപ്പിക്കണതാണ് എല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു തെളിവായിട്ടാണ്. പറഞ്ഞോ വയനാട് എന്താ സംഭവം പറയടി. പാലക്കാടോ? പാലക്കാടാണ് വർക്ക്. ഈ 3 ദിവസം ഭർത്താവിന് തലേദിവസം തൃശ്ശൂർ പോയില്ലേനോ? അത് ആര് റൂമാണോ? ലോഡ്ജായിരുന്നു അത്? ഫസലിൻ്റെ കൂടെ തൃശ്ശൂർ ഉണ്ടായിരുന്നോ? അതാരെ? ഈ നോക്കണ്ട, എല്ലാം എന്നെ കൂടെ തത്ത ഉറപ്പിക്കാതെ പറയിപ്പിക്കും. ഈ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഈ ചെയ്ത തെറ്റാണ്. അത് ലോഡ്ജായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വീടായിരുന്നോ? ലോഡ്ജാണോ? പക്ഷെ ലോഡ്ജിനെ മാറില്ലല്ലോ കണ്ടിട്ട്. ഡബിൾ കട്ടിലാന്ന് ഈ ഫോട്ടോ എനിക്ക് കാണിച്ചപ്പോൾ മനസ്സിലായി. ഓനിക്കെങ്ങനെ അവിടെ ഇത് കിട്ടിയേ? ഓനെ അതിൻ്റെ മുമ്പ് വർക്ക് ചെയ്തേനെ അവിടെ? എന്നോട് എന്താ പറഞ്ഞ അവിടെ ഇറങ്ങാനോ? കാരണം ആദ്യം ഇയാണ് എത്തിയത് അവിടെ അല്ലേ? ആദ്യം ഇയാണ് അവിടെ എത്തിയത്. ഓ രാവിലെ വന്നതാണ് വണ്ടി എടുത്തിട്ട്. പറയേ. ആ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ എടുത്താൽ ഓനുണ്ടായിരുന്നോ? കള്ളം പറഞ്ഞാൽ സ്വഭാവം മാറും. ഉണ്ടായിരുന്നോ ഇല്ലേ? പറ കുട്ടിയ ഉണ്ടായിരുന്നോ? ഇവക്ക് ഗൾഫിൽ വീഡിയോ കോൾ ചെയ്ത് അപ്പോൾ ഇവള് റെയിൽവേ സ്റ്റേഷനിൽ ഹർത്താൽ കഴിഞ്ഞില്ലേനോ? അപ്പോൾ ആരും ഇല്ല, തൊട്ടടുത്ത് കാമുകനാ. ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ അവസ്ഥ. എനിക്കറിയാം, ഞാൻ അവിടെ വന്നിട്ട് പച്ചത്തെറി പറഞ്ഞിട്ട് ഞാൻ പണിയിലാണ്. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തോ നെഗറ്റീവ് ഉണ്ട്, ഞാൻ റൂം റെഡി ആക്കണ്ട പറഞ്ഞു. ഞാൻ ഓള് റൂം റെഡിയാക്കത്താണ്. എനിക്ക് എന്തോ നെഗറ്റീവ് അടിച്ചിരിക്കണം. റൂം റെഡിയാക്കി എൻ്റെ ചെല്ലിൽ ഓൾ നിൽക്കും ചെയ്യും. ഓൻ ഇവിടെ രാവിലെ വന്നിട്ട് ഓൻ്റെ കൂടെ പോവുകയും ചെയ്യും. എന്തില്ലേ? അതിനെക്കൊണ്ട് എന്നെ മാറ്റി നിർത്തി. ഓൾ എവിടെയൊക്കെ പോകണം നോക്കട്ടെ വെച്ചിട്ട്. ഓള് ഞാൻ വിചാരിച്ച പെരിന്തൽമണ്ണായിരിക്കും, പക്ഷെ ഓള് നേരെ തൃശ്ശൂർ പോയി. അതിൻ്റെ 2 ദിവസം മുമ്പ് ഇവള് ലോഡ്ജിൽ നിന്നീനു. പെരിന്തൽമണ്ണ ലോഡ്ജിലായിരുന്നോ? പെരിന്തൽമണ്ണായിരുന്നോ? ഓക്കെ ഓക്കെ. എന്നാ ഇല്ല ഈ പറഞ്ഞോ ഒരു ടൈം പറയും. 1 മണിക്കൂർ കൊണ്ട് എന്താക്ക് എഴുതി വെച്ച് എന്തെങ്കിലും എടുക്കാറുണ്ടെങ്കിൽ എടുത്തോ. ഞാൻ നിന്നില്ലേ കാർ നിർത്തിയേ. 1 മണിക്കൂർ എന്നെ എപ്പോഴാണ് ഇറക്കുന്നത് കറക്റ്റ് 1 മണിക്കൂറാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വരും. ഓക്കെ
അല്ല എനിക്ക് പൈസ കിട്ടാണ്ട് എന്നെ വിടൂല മോളെ. അത് ഇനി എൻ്റെ ബാപ്പ എൻ്റെ ഉമ്മ അറിഞ്ഞാലും ഞാൻ പൈസ കിട്ടാണ്ട് ഞാൻ വിടൂല. എന്നെ തല്ലാനോ കൊല്ലാനോ നിൽക്കൂല. നേരത്തെ തല്ലിയത് ഓൻ്റെ വർത്താനം കൊണ്ടാണ്. അയ്യ കേട്ടല്ലോ, ഓൻ്റെ വൈഫ് പറയാണ് എൻ്റെ അക്കാക്ക് ഓളെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കെന്താ പ്രശ്നമാണ്. ഞാൻ എന്നിട്ട് ആണ്ടാ എനിക്കൊരു പ്രശ്നമില്ല, ഇതാ ഓക്കെ ഞാൻ കൊടുക്കണമെങ്കിൽ തല്ലാണ്. ഓൻ എനിക്കെന്താ ഞാൻ അതാ കൊടുക്കുന്നുണ്ട്, എനിക്ക് എന്താ വെച്ചാൽ കാട്ടിക്കോളൂ. ഓക്കെ, എൻ്റെ ആരെയും ഞാൻ എന്നെ കള്ളവടി വെക്കാൻ വരുന്നോ? എൻ്റെ ആരെയും ഞാൻ ആരായിരുന്നു? അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം പെണ്ണും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് എന്നെ ഇങ്ങനെ കീപ്പായിട്ട് കൊണ്ടെടുക്കുന്നതാണ്. എൻ്റെ ആരെയും ഞാൻ. അപ്പോൾ അതൊക്കെ വിട്ട് നഷ്ടം എനിക്ക് തന്നെയാണ്. ഇപ്പോൾ സമാധാനമുണ്ട്. ഇനിയെങ്കിലും എനിക്ക് അവിടെ പോകുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാനോ. എന്നെ ഇങ്ങനെ 24 മണിക്കൂർ ഓൺലൈനിൽ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എനിക്ക് ജയിക്കണം, എനിക്ക് ആ പൈസ വാങ്ങണം. അല്ലെങ്കിൽ ഞാൻ ഓൻ്റെ ഇടയിലും പൊട്ടനായി പോകും, ഫസലിൻ്റെ ഇടയിലും പൊട്ടനായി പോകും. ഇനി ഓന് തീറ്റി പോറ്റിട്ട് തന്നെ ഒരാളെ അണ്ടറിൽ നിൽക്കും. അത് കല്യാണം കഴിയട്ടെ, കിളവനാവട്ടെ, ആരാവട്ടെ, അതൊക്കെ നോക്കും. അത് ഓള് കൊടുക്കേണ്ടി കൊടുത്താലും ഒക്കെ നോക്കും. അത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നോക്കും, അതൊക്കെ നോക്കടി. ഇതാരാണ് ഈ പാത്തൂന്ന് അടിച്ചത്? ആരാണ്? ഫസലിൻ്റെ പുതിയ നമ്പറാ? ഓരോ വൈഫിനെ അറിയാം നമ്പർ? അല്ല, അത് വില സീക്രട്ട് റിലേഷൻ അല്ലേ ഈ പാത്തും ഉള്ളത്? ഫസലാണ്, ഉറപ്പാണ് ഫസലാണല്ലേ അത്? ഓക്കെ. ഇതെന്താ നമ്പർ കാണാത്തത്? നമ്പർ എങ്ങനെ എടുക്കാം? അങ്ങനെ നമ്പർ എടുത്ത് കാണിച്ചോണ്ടാ. എവിടെ നമ്പർ? എവിടെ? നമ്മൾ പിന്നെ ഇങ്ങനത്തെ ക്രിമിനൽ മൈൻഡ് ഇല്ലാത്തതിനെ കൊണ്ട് അറിയില്ല. പക്ഷെ എൻ്റെ കോണ്ടാക്റ്റിൽ ഒന്ന് പോകും പാത്തൂന്ന്. എൻ്റെ കോണ്ടാക്റ്റ് എടുക്കുക, ഒഴിവാക്ക് കോണ്ടാക്റ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓൻ ബുദ്ധിയുള്ളവനാണ്. പാത്തു അടി PA അതാണ്ട്. അതിൽ താഴത്ത് വാട്സപ്പ് നിൽക്ക്, നമ്പർ ഉണ്ടല്ലേ? 226. ഓക്കെ, വാട്സപ്പ് നിൽക്ക്. വാട്സപ്പ് നിൽക്കാൻ പറയുമ്പോൾ കോളല്ല, കട്ടാക്ക്. വാട്സാപ്പ് ചാറ്റ് മെസ്സേജ് ഫസ്റ്റത്തെ നിൽക്ക്. യെസ്, ഓക്കെ. എന്താണ് ഇങ്ങോട്ട് ക്യാമറക്ക് കാണിക്ക് പോവാവേ. എൻ്റെ ആ മുഖം ഒന്ന് കാണട്ടെ. താഴത്തേക്കാക്ക്, എൻ്റെ കൈ കൊണ്ടുണ്ട് താഴത്തേക്കാക്ക മെസ്സേജൊക്കെ. താഴത്തേക്കാക്കടി മെസ്സേജ്. പൊട്ടം കളിക്കല്ലടി. അയ്യോ, മെല്ലെ മെല്ലെ ഇതിൽ കാങ്ങണ്ടേ, വായിക്കണ്ടേ. ലൊക്കേഷൻ കഴിച്ചു കൊടുത്തില്ല? അത് എവിടുത്തെ ലൊക്കേഷനാ? ആ മെസ്സേജിൻ്റെ ഇതിലേക്ക് ഫോർവേഡ് ഈ അയച്ച വോയിസ്. മെല്ലെ മെല്ലെ ഈ അയച്ച എല്ലാ വോയിസിൻ്റെ ഇതിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യും. മെല്ലെ താത്ത്. അത് ഒന്ന് നിൽക്ക്, ഫോർവേഡ് ചെയ്യും. നിൽക്ക്. ഓക്കെ. ഇനി താഴത്തേക്ക് ഫോർവേഡ് ചെയ്യല്ലേ, താഴത്തേക്കാക്ക്. അതും മേലേക്കാക്ക്. അതാണ് ലൊക്കേഷൻ്റെ താഴത്ത്. പിന്നെന്താ ഈ HIV ഒക്കെ അയച്ചു കൊടുത്തത്? തിരുവനന്തപുരം കൂടുതൽ HIV ഉണ്ട് പറഞ്ഞിട്ട്. തിരുവനന്തപുരം ഉള്ളതിനെ കൊണ്ടാ? ഓക്കെ, സാരില്ല, പോട്ടെ. പേടിയുണ്ടോ ഓക്ക്? ഫോർവേഡ് ചെയ്യും. ആരാണ്? സബി. ഒറ്റ മിനിറ്റ്. സബി മോളെ ഫോർവേഡ് ചെയ്യും. ഇന്ത്യയിലേക്ക് പ്രാന്തൻ. ഇതിൽ കാണട്ടെ വാവേ. ഫോർവേഡ് ചെയ്യും. നിൽക്ക്. വെയിറ്റാക്ക് സെൻഡ് അവിടേക്ക് വെയിറ്റാക്ക്. എൻ്റെ അടുക്ക് സബിനോട് വെയിറ്റാക്ക്. എൻ്റെ അടുക്ക് 1 ടൈം ആയിട്ട് ഡിലീറ്റ്, ഐ മീൻ എവരി വൺ അല്ല, ഡിലീറ്റ് അടിക്ക്. എല്ലാം ഡിലീറ്റ് അടിക്ക്. ഞാൻ പറഞ്ഞുതരാം. താഴത്ത് ഫോർ മീ മറ്റോള്. നീ സബിതെടുക്ക്. ഞാനാണ്. യെസ്, അതങ്ങനെ നമ്മളെ ബന്ധം. സബിത അൻഫാസാണ്. ഓളെ കയ്യോടെ പിടിച്ചതാണ്. മിഞ്ഞാന്ന് ഓള് ഫസലിൻ്റെ കൂടെ പോയി കിടുന്നത്. തെളിവ് സഹിതം ഫോണിലെല്ലാ മെസ്സേജും ഉണ്ട്. ഇതുവരെ ഞാൻ തീറ്റിപ്പോറ്റി 43,000 പറ്റിച്ച്. ഇതാ തൊട്ടടുത്ത് ഇരിക്കുന്നു കേട്ടാ. ഇപ്പോൾ ഫസലിൻ്റെ അടുത്തുനിന്ന് 500, 1000 ഒക്കെ ആയിട്ട് ഇങ്ങനെ പറ്റിച്ചിരിക്കുന്നു. അപ്പം അതൊക്കെ ഇതിൽ വരും. ഫോണിൻ്റെ കയ്യിലാണ്. സബിത എനിക്ക് മെസ്സേജ് അയക്കില്ല. ഓക്കെ. അവസാനം അയാൾ ചോദിക്കുകയാണ്, നീ എത്ര വട്ടം അവൻ്റെ കൂടെ കിടന്നു എന്ന്.
അവൾ കൂളായിട്ട് മറുപടി പറയുന്നുണ്ട് 3 4 വട്ടമെന്ന്. അത് കഴിഞ്ഞിട്ട് അവൾ അതിനെ വീണ്ടും ന്യായീകരിക്കുന്നുമുണ്ട്. അതാണ് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം. ഞങ്ങൾ തമ്മിൽ സെക്സ് മാത്രമായിരുന്നില്ല, കൂടുതൽ യാത്രകളും സംസാരങ്ങളും ഒക്കെ ആയിരുന്നു അത്രേ. എന്താ, എങ്ങനെയുണ്ടല്ലേ? കേസ് കൊടുക്കും. സത്യം ഫോണിൻ്റെ കയ്യിലുണ്ടല്ലോ, സത്യം സത്യം പോലെ പറയും. കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? അതിന് മുമ്പേ എനിക്ക് ഞാൻ വേണോ ആദ്യം പറ. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. ഓ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞോ, വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. വേണ്ട, ഓക്കെ. ഓനും വേണ്ട, ഞാനും വേണ്ട. ഇതുവരെ എന്നായിട്ട് റിലേഷൻ ആയിരുന്നു തുടങ്ങി? ആയിരുന്നോ? എൻ്റെ കയ്യിൽ നിന്ന് 10,40,30,000 റുപ്യ വാങ്ങിനോ? എന്നെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേ, എൻ്റെ ചിലവൊക്കെ ഞാൻ നോക്കിയേ ആണോ? എത്ര വട്ടം എൻ്റെ കൂടെ കിടന്നു പറ. ഈ ഫസലിൻ്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? ഇനി പേടിപ്പിച്ചിട്ട് പറയിക്കും എന്നൊക്കെ പറയും, അതൊക്കെ എൻ്റെ കാര്യം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ. ഏത്? ഈ അന്ന് പോയ ലോഡ്ജാണോ? പിന്നെ ഏത് ലോഡ്ജ്? പറയടി. ഇതുപോലെ കേസ് കൊടുക്കും, കാരണം ആ ഞൊണ്ടി സപ്പോർട്ടാണ്. പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടത് അങ്ങനെ അല്ലോ. ഇത് പറ, എത്ര വട്ടം, എവിടെ വെച്ചിട്ട്? അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും. മിനിയാന്ന് പോയിനാ? വല്ലാത്ത ഒരു അവസ്ഥ. ഉറപ്പാണ്. നിനക്കൊക്കെ ഇത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല മുള്ളും മുരുക്കലും കൊണ്ടിട്ട് വരച്ചാൽ പോരെ, അല്ലെങ്കിൽ അവനെ കളഞ്ഞിട്ട് വെക്കൂടെ? പറയേ. മിനിയാന്ന് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂർ. ഏതിൽ ഓടിച്ചു? അവൻ കൊണ്ടുപോയതാണ് എന്നെ. ഏതിൽ ഓടിച്ചെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. ഓനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓൻ്റെ കൂട്ടുകാർ പറഞ്ഞ വോയിസ് നീ കേട്ടില്ലേ? ഓൻ്റെ പണി ഏതാണെന്ന് കേട്ടില്ലേ? എൻ്റെ നെക്സ്റ്റ് പണി നോക്കിയവനല്ലേ, എല്ലാ എവിഡൻസും തന്നില്ലേ? ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞെന്താണ്? എന്നെ തല്ലണ കേട്ടിട്ട് അവൻ പറഞ്ഞെന്താണ്? ഈ എന്താ ചെയ്തു? ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടി? എൻ്റെ 43,000 റുപ്യ 2 കൊല്ലത്തോളം ആവാനായില്ല അല്ലേ? നമ്മൾ ഈ 2 കൊല്ലം എന്നെ കൂടെ ഒന്ന് ചതിച്ചു. കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ് എന്നോട്, എനിക്ക് ഓനെ വേണോ ഈ പൊയ്ക്കും. എന്നിട്ടും എൻ്റെ കൂട്ടുകാരനിക്ക് വിളിച്ചിങ്ങാണ്ട് ഓനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം. ഓൻ്റെ കൂടെ മെഞ്ഞാന്ന് പോയി കിടന്നിട്ടും അല്ലേ? അപ്പം ഇജ്ജ് പറയാം, എനിക്ക് കാമത്തിൻ്റെ പ്രശ്നമാണ്. എന്താണ് എൻ്റെ പ്രശ്നം? പറ, ഇജ്ജെന്നെ പറ. എനിക്ക് എൻ്റെ പ്രശ്നം എന്താണ്? കാമാണോ? എൻ്റെ വീട്ടിൽ നിന്നൊക്കെ അടിച്ച് പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്? എല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. അപ്പം എൻ്റെ പ്രശ്നം എന്താണ്? കാമം. പറയാനുള്ള അവസരങ്ങളാണിത്. ഫസലിന്റെ കൂടെ സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും, യാത്രയും. അതാണ് അതിൽ സെക്സും ഇതിനല്ലേ നമ്മള് പറയണത് ബെഡിന്ന്. അത് പറയും. ഇതുകൊണ്ട് നാട്ടിൽ എല്ലാവർക്കും കിട്ടും. എൻ്റെ ഏട്ടനിക്ക്, എൻ്റെ അമ്മക്ക്, എൻ്റെ കുട്ടിയുടെ കാണും. അന്ന് നീ തല്ലൂല. എനിക്ക് വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം. എൻ്റെ FB തന്നെ അത് പോസ്റ്റും. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം ലതീഷ, വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ ജീപ്പിൽ ഇപ്പോൾ എത്ര വയസ്സുണ്ട്? സത്യം പറയാം, അപ്പം നോക്കും. പറയും. അതിൽ കൂടുതലുണ്ടെങ്കിലും ഫസൽ പൈസ നീ തോന്നി എനിക്ക്? ഉറപ്പൊന്നുമില്ല, ഞാൻ ചെക്ക് ചെയ്യും. GP ഒക്കെ എല്ലാം ചെക്ക് ചെയ്യും, വീഡിയോ എടുത്ത് ഒക്കെ ചെക്ക് ചെയ്യും. പൈസ നീ അയച്ചാ? ഉറപ്പ് അയച്ചിട്ടില്ല. തിരിച്ചു കൊടുത്ത കയ്യിലുണ്ടാവല്ലോ? ഉണ്ടാവില്ല? തിരിച്ചു കൊടുത്ത ഉണ്ടാവും. അയച്ചു കൊടുത്ത്
Evidence ആണത്. പറഞ്ഞ ഉണ്ടാവോ പറയും തുറക്ക് ഒരുത്തനെ ഇങ്ങനെയൊന്നും നോമ്പിപ്പിക്കല്ലടേ. ഫോണാക്കാം. ഇതിൽ ആ ഒരു ഭർത്താവിനോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. എൻ്റെ പൊന്നു കൂട്ടുകാരാ, അവൾ ഇതിനു മുമ്പും പലയിടത്തു നിന്നും ചാടി വന്നവളാണെന്ന് നീ തന്നെ പറയുന്നുണ്ട്. എങ്കിൽ അവൾ ഇനിയും ചാടും. കാരണം അവൾക്ക് വേണ്ടത് പുതിയ പുതിയ സുഖങ്ങളാണ്. ഒരു കാരണവശാലും അവളെ നീ തിരിച്ച് വീട്ടിൽ കയറ്റരുത്. നമ്മുടെ സമൂഹത്തിൽ വളരെ മാന്യമായിട്ട് ഡീസൻ്റായിട്ടും ഒക്കെ നടക്കുന്ന പലരുടെയും തനി നിറം ഇതൊക്കെയാണ്. ഒരാളെ വിശ്വസിച്ച് ഇന്നത്തെ കാലത്ത് എങ്ങനെ കല്യാണം കഴിക്കുമെന്നൊരു ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. ഒരു പ്രശ്നമുണ്ടായാൽ ഒന്നിച്ച് നിന്ന് തീർക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ മാന്യമായിട്ട് പിരിഞ്ഞു പോകണം. അല്ലാതെ ഇത്തരം വഞ്ചനകളൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്തു തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ എനിക്ക് മനസ്സിലാക്കാം എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന്.